ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. Divine, please guide me and the viewers and the person, the current feelings and in no contact situation. Emperor, Divine, please guide me. And the viewers and the person, the current feelings and Page of Cups, and the viewers and the person, the current feelings and no contact situation. എനിക്കറിയില്ല, എന്റെ മൈക്കിന് എന്തോ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ പുതിയ മൈക്ക് ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് അത് കേൾക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്ത് എനിക്കറിയത്തില്ല എന്താ പ്രശ്നമെന്നുള്ളത്. ഇതിൽ വേറെ ആദ്യത്തെ മൈക്കായിരുന്നു അല്ലേ. സോറി ഗൈസ്. ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? 10 of Swords, Ace of Wands. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറന്റ് സിറ്റുവേഷൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്നുള്ളത് കേട്ടോ. അപ്പം ഇവിടെ കറന്റ് സിറ്റുവേഷൻ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഈഗോയിലും ആറ്റിറ്റ്യൂഡിലും ആണ് ഇരിക്കുന്നത്. സെയിം എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തത്, നിങ്ങൾ വിചാരിക്കുന്നു അവർ കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന്. ഓക്കെ, ആ ഒരു എനർജി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈഗോ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ആണ് നിങ്ങൾ ഇപ്പം നോക്കുന്നുള്ളത്. അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയാനും ഒക്കത്തില്ല. നമുക്ക് പറയാനില്ല, നമ്മൾ കുറെ എഫോർട്ട് എടുത്തു, എന്നിട്ട് യാതൊരു തരത്തിലുള്ള നമ്മൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ഔട്ട്കം കിട്ടിയിട്ടില്ല. പിന്നീട് നമുക്കൊന്നും കൂടെ ആ ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നീട് ആ ഒരു കാര്യം ചെയ്യണമെന്നൊന്നും കൂടെ ആലോചിക്കുന്നുണ്ടാവും. ഇത്ര നാളും ഞാൻ ചെയ്തിട്ട് എനിക്ക് അതിനൊരു ഔട്ട്കം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയിട്ടില്ല. സോ പിന്നെ ഇനി ഞാൻ അതിൽ എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനിയും അതിൽ എനിക്ക് പോസിറ്റിവിറ്റി കിട്ടുമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഹോപ്പും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ അതാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾ എംബ്രസ് എന്നുള്ള ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം. ലൈറ്റ് പോയല്ലേ, കോളോ ടെക്സ്റ്റോ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവാം. പലരും ഈ ഒരു വ്യക്തി റിട്ടേൺ വരണം എന്നുള്ള രീതിക്ക് സെൽഫ് ലവ് ചെയ്യുന്നവരുണ്ടാവാം. എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ ടോട്ടലി കമ്മ്യൂണിക്കേഷൻ ഇല്ല. ചിലർക്കൊക്കെ ലെസ് കോണ്ടാക്ട് ആയിരിക്കും, ചിലർക്കൊക്കെ ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡ് ആയിട്ടുണ്ട്. ഒരു മേജർ എൻഡിങ്സിന്റെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓരോന്നൊക്കെ ഭയങ്കരമായിട്ടും മോശപ്പെട്ട രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കണക്ഷൻ എൻഡാക്കി കളഞ്ഞിട്ടുണ്ട് അവര്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഹോപ്പുണ്ട്, കണക്ഷൻ എൻഡ് ആയിട്ടില്ല, ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ചെറിയ ഹോപ്പ്, ഒരു ലിറ്റിൽ ഹോപ്പ്. ആ ഒരു ഹോപ്പാണ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ലെറ്റ് ഗോ ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എംബ്രസ് എന്നുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ. ഇനി ഞാനായിട്ട് അങ്ങോട്ടൊന്നിനും പോകുന്നില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അപ്പോ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒത്തിരി അധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒത്തിരി അധികം ട്രസ്റ്റ് ഇഷ്യൂസ്. എന്തുകൊണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു മിക്സ്ഡ് സിഗ്നൽ ആയിരിക്കും തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. യാതൊരു തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഇവരൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ല. മിക്സ്ഡ് സിഗ്നൽസ്. ചില സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ചില സമയത്ത്
നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ല, ഫീലിങ്സും ഇല്ല, ഞാനെന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു വാല്യൂം തരുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. സോ നല്ല രീതിക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ചിലരുടെയൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു വലിയ പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഡൗട്ട്സും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുണ്ട്. കാരണം ഇവരൊരു ക്ലാരിറ്റി തരുന്നില്ല. ചിലർക്കൊക്കെ ഇത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജി ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ആയിരിക്കാം. സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് പോലല്ല സംസാരിക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു സെയിം എനർജി തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഹോപ്പിലാണ്. ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ടൈമിൽ ആൾ എനിക്ക് കമ്മിറ്റ്മെന്റ് തരും എന്നുള്ള ഒരു ഹോപ്പിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. എനിക്കിപ്പോ ഇവിടെ ഷുവർ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ള ഒരു എനർജിയിലുള്ള ആളുകളും ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ കൂടെ ഒത്തിരി അധികം മൊമെന്റ്സ്, മെമ്മറീസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു മാരേജ് ലൈഫാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫാദർ അല്ലെങ്കിൽ ഒരു മദർ ആവാനായിട്ടുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങളൊരു പാർട്ട്ണറിൽ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു ലേഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേഡി, നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ആ ഒരു എനർജീസ് നിങ്ങളുടെ വ്യക്തികൾക്ക് ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു ശരിക്കും ഒരു മാരേജ് മെറ്റീരിയൽ എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ ഇവരെ കാണുന്നുള്ളത്. ഫോർ സം ഓഫ് യു, വളരെ റെയർ കേസസിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ്. സോ അപ്പം ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, അയാൾ മാരിഡ് ആണ്, നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഫെയർ ആയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ, പക്ഷെ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. എന്ത് ബന്ധത്തിലും ഒരു കമ്മിറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾ സ്റ്റക്ക് ആണ് ടോട്ടലി ഈ ഒരു ടൈമിൽ. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ പ്ലസ് കറന്റ് ഫീലിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലാണെങ്കിലും ശരി നിങ്ങളുമായിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് അതിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അതില് നിസ്സഹാവസ്ഥയിൽ നോക്കി നിൽക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ റീഡിങ്ങിൽ എന്തായിരുന്നു പറഞ്ഞത്, ആ ഒരു വ്യക്തി നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. പക്ഷെ ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു കണക്ഷനിൽ വേണം, അതൊരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് വേണം. പക്ഷെ അതിലൊരു സ്റ്റെബിലിറ്റി തരുന്ന കാര്യത്തെ കുറിച്ചിട്ടൊന്നും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നില്ല. ബട്ട് വെരി സൂൺ ചിലർക്കൊക്കെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ അതിൽ വലിയൊരു ഹാപ്പി ആയിട്ട് എനിക്ക് ആള് വന്നു, എനിക്ക് കമ്മിറ്റ്മെന്റ് തരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലോ അല്ലെങ്കിൽ ഹോപ്പിലോ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം പേജസിന്റെ എനർജീസ് ആണ്. പേജസിന് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ അവരവരുടെ ഇമോഷൻസിന്റെ കാര്യത്തിൽ സ്റ്റേബിൾ അല്ല. ഇല്ല, കുരങ്ങില്ലേ അതുപോലെയാണ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കും എപ്പോഴും മനസ്സ്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ വേറൊരു ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. എനിക്കൊന്ന് പൈസയ്ക്ക് ഒത്തിരി അധികം ആവശ്യങ്ങളുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾ മേ ബി ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം പൈസയുടെ കാര്യത്തിലൊക്കെ. ബിക്കോസ് 7 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അധികം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ബിസിനസ്സിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, ബിസിനസ് ഗ്രോത്തിൽ. ഇപ്പം ഒരു റീസെന്റ് ആയിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് പൈസ ഒത്തിരി അധികം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒത്തിരി അധികം എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ആ എഫേർട്ട് കൊടുക്കുന്ന എന്തിനാ, നമുക്ക് അതിലും കൂടുതലായിട്ട് നമ്മുടെ എഫേർട്ടിന് ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് വിത്ത് 7 ഓഫ് പെന്റിക്കിൾസ്. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ്, പിന്നെ ജെമിനി, ലിബ്ര, അക്വേരിയസ്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, എല്ലാ സൈൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. the viewers and the person the current feelings എന്താണ്? ഓക്കെ, ഇവിടെ ചിലരുടെയൊക്കെ പേഴ്സൺസ് നിങ്ങളുടെ കണക്ഷനിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. അവർ നല്ല രീതിക്ക് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നുണ്ട്. പൈസയ്ക്ക് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ട്. സോ നിങ്ങൾക്കും അതറിയാം, ആൾക്ക് ഒത്തിരിയധികം പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ ഒത്തിരിയധികം പൈസ ഇവർക്ക് കടം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ട് പോലില്ല. ഇവർ റിലേഷൻഷിപ്പും ഇല്ല, പൈസ ഇല്ലെന്നുള്ള അവസ്ഥയാണ്. Three of Swords, Three of Pentacles, one minute, Ace of Pentacles. Okay. ഇവിടെ ഒരു ഹൈറോഫന്റിന്റെ കാർഡ് അൺഫോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കാർഡ് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഹൈറോഫന്റിന്റെ കാർഡ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരു നെയിമും ഫെയിമും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ആളുകളുടെ മുന്നിൽ. സോ അപ്പം ഇവരുടെ നെയിമും ഫെയിമും ഒന്നും തന്നെ ആളുകളുടെ മുന്നിൽ ഇല്ലാതാക്കി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അതായിരിക്കും ഇവിടെ ഒരു റീസൺ നിങ്ങളുമായിട്ട്. ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല മേ ബി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ വെളിയിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് വെളിയിൽ വെച്ചുകൊണ്ടിരുന്നോളാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കും ഈ ഒരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തി ഒരു സ്റ്റെബിലിറ്റി തരത്തില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആണ്. ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് വേയിലൊന്നും അല്ല ഞാൻ പറയുന്നുള്ളത്. അവർ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയതല്ല. സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അതിന് കുറേ ടൈം എടുക്കുന്നുണ്ടാവും. ആദ്യം ഇവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു എനർജിയിൽ നിന്നതിന് ശേഷമായിരിക്കും പിന്നീട് പതിയെ ആയിരിക്കും ഈ ഒരു വ്യക്തി ബാക്കിയുള്ള കമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുള്ളത്. ത്രീ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും പെയ്ഡ് പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലർക്കൊക്കെ. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആളോട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ളത്. അതും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അവരുടെ ഗുഡ് സൈഡ്. നമ്മൾ പറയില്ല, ഒരാൾക്കുള്ള ഒരു ഗുഡ് ടൈമിൽ മാത്രമല്ല നിങ്ങൾ ബാഡ് ടൈമിൽ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അവരെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഡിവോഴ്സി ആണെന്നുള്ള ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഞാനൊരു കമ്മിറ്റ്മെന്റ് തരാം, അതുവരെ നമുക്ക് ഇങ്ങനെയൊക്കെ പോയേ പറ്റുള്ളൂ. കാരണം ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പോകണം, ഡിവോഴ്സ് ഒന്നും ചെയ്യട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ മാരി ചെയ്യാം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ സെയിം വാക്കുകൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു പെൻഡിങ് എനർജിയിലാണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു പെൻഡിങ്ങിലാണ്, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ് ചിലരുടെയൊക്കെ പേഴ്സൺ. എനിക്ക് തോന്നുന്നു ഇവരുടെ കറന്റ് പാർട്ട്ണറുമായിട്ട് ഇവർക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു നമ്മൾ പറയത്തില്ലേ ഒരു സ്വരച്ചേർച്ച ഇല്ല എന്നൊക്കെ പറയേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജീസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് ആയിരിക്കാം ഇവിടെ നോക്കുന്നുള്ളത് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ ഡൗണും, പക്ഷെ എന്നാലും ഡൗൺ ആണ്. ഡൗൺ ലൈക്ക് എംബ്രർ ആണല്ലോ. എംബ്രർ മീൻസ് ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ളൊരു എനർജി. ഇപ്പൊ കുട്ടികളും ഉണ്ട് ആൾക്ക്. അപ്പം അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതും ഒരു റീസൺ ആണ് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇവ തരാതിരിക്കുന്നതിന്റെ ഒരു റീസൺ. ഓക്കെ, ആൻഡ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടാവാം ഇവിടെ ഒത്തിരി അധികം ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇവിടെ സ്റ്റോക്കിങ്ങിന്റെ എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇവർ നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു റിഗറേഷനും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിലുള്ളതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പം ഇതാണ് കറന്റ് സിറ്റുവേഷനിൽ കറന്റ് ഫീലിങ്സ്, നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ, ലവ് ലൈഫ് അല്ല പേഴ്സണൽ ലൈഫിലും കുറെ അധികം ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൈസയ്ക്കുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ബിസിനസ്, ജോബ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഒത്തിരി അധികം പ്രോബ്ലംസിന്റെ നടുവിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. നല്ല രീതിക്ക് ഹേർട്ടാണ്. എവിടെ നിന്നൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസും സംഭവിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുള്ള ബിസിനസ്സിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരു വ്യക്തിയെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവാം. അതിലൊക്കെ ഒത്തിരി അധികം ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും വീട്ടിലുള്ള പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജീസ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇവിടെ ഫീൽ ചെയ്യുന്നത്.
ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം ഒരു വ്യക്തിക്ക് വേണം എന്നല്ലേ. ഇതിപ്പം എവിടുന്നും ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. Contact situation of the universe. Please guide me. See, ഇവിടെ കുറച്ച് കാർഡ്സ് ഉണ്ട്, എനിക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഐ ഹിയർ ഈസ് ബിലീവിംഗ് ഇൻ ദി പോസിബിൾ. Why this? You are very close. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഉള്ളിൽ ഒത്തിരിയധികം നെഗറ്റിവിറ്റീസ് ഉണ്ട്, ഒത്തിരി അധികം നെഗറ്റിവിറ്റീസ്. സോ നിങ്ങളോട് പറയുന്നുള്ളത് നിങ്ങൾ കാം ആയിട്ടിരിക്കാനാണ് പറയുന്നത്. ഇവർക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇവര് ആ ഒരു എക്സ്പ്രസ് ചെയ്യാത്ത ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ബിലീവ് ചെയ്യുക. എന്തിൽ ബിലീവ് ചെയ്യുക? യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുക. അപ്പം അപ്പോഴാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആയിട്ട് നടക്കുന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള നിങ്ങളുടെ ഡിസയർ മാനിഫെസ്റ്റ് ആവും. ബട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുക യൂണിവേഴ്സിൽ. നിങ്ങളിൽ തന്നെ നിങ്ങൾ ബിലീവ് ചെയ്യുക. യൂണിവേഴ്സ് എപ്പോഴും എന്ത് മാനിഫെസ്റ്റേഷൻസും എന്ത് കാര്യം ആർക്കൊക്കെയാണ് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും യൂണിവേഴ്സ് അത്രയും സ്റ്റബോൺ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ വർക്കാക്കി കൊടുക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് ഡബിൾ മൈൻഡ് ആണ്. ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ യൂണിവേഴ്സ് പറയുന്നുള്ളത് ഡബിൾ മൈൻഡിൽ ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നോടം വരെ നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനെ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു എനർജിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ സ്റ്റബോൺ ആയിട്ട് എനിക്കത് വേണം എന്നുള്ള ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ആ ഒരു ഹേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റബോൺ ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് നടത്തി തരും. ഇവിടെ ഈ ഒരു കണക്ഷനിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഒത്തിരിയധികം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. ചുമ്മാ എടുത്തു ചാടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു കണക്ഷനിലേക്ക് വരാനായിട്ട് ഒക്കുന്നുണ്ടാവില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. എടുത്തു ചാടി ഒരു കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ആൻസേഴ്സ് ആണോ ഈ ഒരു കണക്ഷനിൽ വേണ്ടത് ആ ഒരു ആൻസേഴ്സിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഓൺ ദി വേ ആണ്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ബാലൻസ് ചെയ്യുക. പ്രാക്ടിക്കൽ സൈഡും സ്പിരിച്വൽ സൈഡും ബാലൻസ് ചെയ്യുക. ഇമോഷൻസ്, ഫെമിനൻ മസ്കുലൻ എനർജിയെ ബാലൻസ് ചെയ്യുക. ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ വൈബ്രേഷനെ കേൾക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ റീഡിങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് നിങ്ങൾ വളരെയധികം ബ്ലെസ്ഡ് ആണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സിനെയും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ കൂടെ തന്നെ ആ ഒരു സാന്നിധ്യം ഉണ്ട്, യൂണിവേഴ്സിന്റെയും ഏഞ്ചൽസിന്റെയും ഒക്കെ. നിങ്ങളത് മനസ്സിലാക്കുക. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തിനും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കൊരു സക്സസ് ഉണ്ടാവുന്നത്. സോ സക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഔട്ട്കം പ്ലീസ് ഡിവൈൻ. ഈ റിലേഷന്റെ ഔട്ട്കം എന്താണ്? ട്രാവലിംഗ്, ഹീലിംഗ്, കൺട്രോൾ, കോംപ്രമൈസ്. അബണ്ടൻസ് എനർജീസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ റീബർത്ത്. സോ ഇപ്പം ഇവിടെ ഫ്ലവറിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിംഗിന്റെ എനർജീസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഒരു കാര്യത്തിനും പോകണ്ട. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഹീൽ ചെയ്യുക. ഹീൽ യുവർ സെൽഫ്. നിങ്ങൾ ഹീൽ ചെയ്യുക. ട്രാവലിംഗിന്റെ എനർജി വന്നിരിക്കുന്നത് ട്രാവൽ ചെയ്ത് പോകുന്നു എന്നുള്ളതല്ല.
ഇതിപ്പം നിങ്ങൾ പേഴ്സൺ ഉള്ള സമയത്ത് ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഇപ്പം പേഴ്സൺ ഇല്ലാത്ത സമയത്ത് വേറൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആയിട്ട് പോവാന്നുള്ളതാണ്. സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ള ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഫസ്റ്റില് നിങ്ങൾ ഹേർട്ട് ചക്ര ഹീൽ ചെയ്യുക, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങളെ തന്നെ ഫസ്റ്റില് ഹീൽ ചെയ്യുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്ലവറിംഗ് ഉണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഇവിടെ ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഗൈഡൻസിൽ പറയുന്നുള്ളത്. സോ അപ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരുന്നു. നിങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു എന്താ പറയാ, നമുക്ക് സജസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്സ് ആയിരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് എനർജി എന്ന് പറയുന്നത്, നോ കോണ്ടാക്ട് കറന്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എനിക്കൊന്ന് കുറെയൊക്കെ ആൾക്കാർ ഇത് കണ്ടവരൊക്കെ മിക്കവരും ഹീൽഡ് ആണ്. കുറച്ച് ഒത്തിരി ഹീൽ അല്ലെങ്കിലും നിങ്ങൾ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹീലിംഗിന്റെ ആ ഒരു പ്രോസസ്സിലാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജീസിലൊക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും വരും. ബട്ട് എന്ത് വേണം? സെൽഫ് ലവ് ചെയ്യുക, യൂണിവേഴ്സിൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക, ഡൗൺ ആവാതിരിക്കുക, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ട്. സോ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് സ്പോട്സ് ബ്രേസ്ലെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബ്രേസ്ലെറ്റ് വാങ്ങിച്ച് കയ്യിലിടുക. ദെൻ സെൽഫ് ലവിന് വേണ്ടിയിട്ടും ഏറ്റവും നല്ലത് റോസ് കോഡ്സ് ആണ്. അങ്ങനെ നമുക്ക് റിസീവ് ചെയ്യാനും ഔട്ട് ലവ് കൊടുക്കാൻ വേണ്ടിയിട്ടും റോസ് കോഡ്സ് ഏറ്റവും നല്ലതാണ്. ദെൻ ഇവിടെ ഹേർട്ട് ചക്ര മെഡിറ്റേഷൻസ് നിങ്ങൾ മാക്സിമം ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ കൂടുതലായിട്ട് പെറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് കൂടുതലായിട്ടും ഇടപഴകാൻ ശ്രമിക്കുക. സോ അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ പ്രെയർ ചെയ്യുക. ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മതത്തിൽ തന്നെ നിൽക്കണം എന്നല്ല, നിങ്ങൾക്ക് ഏത് സ്പിരിച്വൽ പാത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അമ്പലത്തിലോ ചർച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന എന്ത് പവർ ആണെങ്കിലും അത് നമ്മൾ യൂണിവേഴ്സിലെല്ലാം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കിതായിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആ ഒരു എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്.